എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സർക്കിൾസിന്റെ അടുത്ത ഭാഗത്ത് കിടക്കാം. പേജ് നമ്പർ 73. പേജ് നമ്പർ 73 അല്ലാട്ടോ, അതിന് മുന്നേ ലെങ്ത് ഓഫ് കോഡ്സ് എന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. പേജ് നമ്പർ 72 കേട്ടാ. അപ്പൊ അതിലൊരു ബോക്സ് നോക്കി. ഇൻ എ സർക്കിൾ the square of half a chord is the difference of the squares of the radius and the perpendicular from the center to the chord. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഈ സർക്കിളിന്റെ സെന്റർ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ക്വയർ ഓഫ് ഹാഫ് എ കോഡ്. ഒരു കോഡ് വരച്ചു, അതിന്റെ പകുതി, ഇതിന്റെ പകുതി. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സെന്ററിൽ നിന്നും, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിന്റെ സെന്ററിലേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കാം. ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ എന്ന് പറയുന്നത് എത്ര? ഏതാ ലെങ്ത്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ? ഇനി ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ? റൈറ്റ് ട്രയാങ്കിളിന്റെ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിന്റെ സ്ക്വയറും ഈ സൈഡിന്റെ സ്ക്വയറും കൂടിയിട്ട് മൾട്ടിപ്ലൈ അല്ല ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മ് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കോഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസിന്റെ സ്ക്വയറിൽ നിന്നും ആ സെന്ററിൽ നിന്നും ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ക്വയറിന്റെയും ഡിഫറൻസ് ആയിരിക്കും. അതായത് ഇതിന്റെ സ്ക്വയറിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ ഈ സ്ക്വയർ കിട്ടും അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നാൽ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ സർക്കിൾ എ കോഡ് 1 centimeter away from the center is 6 centimeters long. What is the length of a chord 2 centimeters away from the center? അതായത് ഒരു സർക്കിൾ തന്നിരിക്കുകയാണ്. ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സെന്ററിൽ നിന്നും 1 സെന്റിമീറ്റർ അകലെ, സെന്ററിൽ നിന്നും 1 സെന്റിമീറ്റർ അകലെ ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. ആ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ what is the length of the chord 2 centimeters away from the center? അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെ, 2 സെന്റിമീറ്റർ, ഇതിപ്പോ 1 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ 2 സെന്റിമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ 2 സെന്റിമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ 2 സെന്റിമീറ്റർ അകലെ എന്റെ സർക്കിളൊക്കെ ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ് കോമാങ്ങ പോലെ കേട്ടിരിക്കുന്നത്, അത് നിങ്ങൾ നോക്കണ്ട. ഇത് 2 സെന്റിമീറ്റർ അകലെയുള്ള ഈ കോഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ പഠിച്ച കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ അപ്ലൈ ചെയ്യാം? നമ്മള് ഈ സെന്ററിൽ നിന്നും, എനിക്ക് ഈ സർക്കിള് കാണുമ്പോഴേ ഒരു ഭംഗി തോന്നുന്നല്ലേ? കാര്യമില്ല, എന്നാലും നേരത്തേനേക്കാളും ഭേദം അല്ലേ? ഇവിടെ ഒരു സെന്ററിൽ നിന്നും 1 സെന്റിമീറ്റർ അകലെ, 1 സെന്റിമീറ്റർ അകലെയാണ് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള കോഡ്. 2 സെന്റിമീറ്റർ അകലെ ഉള്ള കോഡിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല. ഇത് നമുക്കറിയില്ല. ഇത് 2 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇവിടെ മുതൽ ഇവിടെ വരെ 2 ആണെന്ന് അറിയാം. അപ്പൊ ഈ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ യോജിപ്പിച്ചിരിക്കുന്ന ഈ ലൈൻ എന്താണ്? ഈ ലൈനാണ് ഈ സർക്കിളിന്റെ റേഡിയസ്. അത് ഇവിടെ തന്നിട്ടുണ്ടാ? ഇല്ല. ഇനി ഇവിടെ നിന്ന് ഇവിടം വരെയും നമ്മൾ യോജിപ്പിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തൊട്ട് ഇവിടെ വരയ്ക്കുള്ള ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. കാരണം അത് ഈ കോഡിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഡിന്റെ ഫുൾ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അത് 5 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ കോഡിന്റെ ഫുൾ ലെങ്ത് 10 ആയിരിക്കും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ക്വയറിൽ നിന്നും ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ഇതിന്റെ സ്ക്വയർ ഇതിനൊക്കെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ആകെ തെറ്റും. AB CDE ഇങ്ങനെ പേര് കൊടുക്കാം. അപ്പോൾ
AEC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിയേ, അതിലത്തെ EC എന്ന് പറഞ്ഞിരിക്കുന്നതും ED എന്ന് പറഞ്ഞിരിക്കുന്നതും ആരമാണ് അല്ലെ, ഒരേ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോ ഈ EC സ്ക്വയറിൽ നിന്നും ഈ AE സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള AC സ്ക്വയർ കിട്ടും അല്ലെ, പൈതഗോറസ് തിയറം പ്രകാരം. പക്ഷേ ഇതിലാകപ്പാടെ നമുക്ക് അറിയുന്നത് AE നമുക്ക് അറിയുള്ളൂ, EC അറിയില്ല. EC കിട്ടിയാലല്ലേ EC സ്ക്വയറിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ EC കിട്ടാനുള്ള മാർഗമുണ്ടോ? EC എന്ന് പറയുന്നതും ED എന്ന് പറയുന്നതും ഈക്വൽ ആണ്, കാരണം ഒരേ സർക്കിളിന്റെ റേഡിയാണ്, റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ. അപ്പൊ ED കിട്ടിയാലും മതി അല്ലെ. ED കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും EC. ED കിട്ടാൻ എന്താ മാർഗം? ED കിട്ടാനായിട്ട് നമുക്ക് ഇത് അറിയാം, 1 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരയ്ക്കുള്ളതും നമുക്കറിയാം. മൊത്തം ഈ നമ്മുടെ ഈ കോഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര ഉണ്ടാവും? അതിന്റെ പകുതി അല്ലെ. അപ്പൊ ഇത് 3 ആണെന്ന് പറയും. അപ്പൊ ഇതിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ED കിട്ടും അല്ലെ. അതായത് BD സ്ക്വയറിന്റെ കൂടെ BE സ്ക്വയർ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ED സ്ക്വയർ കിട്ടും ഇല്ലേ. അപ്പൊ നമുക്ക് കൂട്ടി നോക്കാം. BD എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 9 3 10. ED സ്ക്വയർ 10 ആണ്. Therefore ED എന്ന് പറയുന്നത് √10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ED കിട്ടിയ √10, അത് തന്നെയായിരിക്കും EC √10 ആയിരിക്കും. അപ്പൊ ഇത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. EC സ്ക്വയർ എന്ന് പറയുന്നത് √10 ഹോൾ സ്ക്വയർ മൈനസ് AE എന്ന് പറയുന്നത് 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? √10 × √10 എന്ന് പറഞ്ഞാൽ വെറും 10 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 = 6. ഈ 6 എന്ന് പറയുന്നത് AC സ്ക്വയർ ആണ്. Therefore AC = √6. അപ്പൊ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ള ലെങ്ത് കിട്ടി √6, ACയുടെ ലെങ്ത് കിട്ടി. അപ്പൊ പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി ഇട്ട് കൊടുക്കാം, ABCDEF. അപ്പോ FC, അതായത് ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ള ഈ കോഡിന്റെ മൊത്തം ലെങ്ത് അങ്ങനെയായിരുന്നെങ്കിൽ എത്രയായിരിക്കും? √6 പ്ലസ് √6 എന്ന് വെച്ചാൽ 2√6 സെന്റിമീറ്റർ ആണ്. ഈ സെന്ററിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെയുള്ള കോഡിന്റെ ലെങ്ത് കിട്ടി നമുക്ക്. മനസ്സിലായ? 2√6 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റേഴ്സ് 2 പാരലൽ കോഡ്സ് ഓഫ് ലെങ്ത് 6 and 8 centimeters are drawn on either side of a diameter. What is the distance between them? If parallel chords of these lengths are drawn on the same side of a diameter, what would be the distance between them? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സർക്കിൾ, ആ സർക്കിളിൽ 2 പാരലൽ കോഡ്സ് ഉണ്ട്. ഒരെണ്ണത്തിന് 6 സെന്റിമീറ്ററും ഒരെണ്ണത്തിന് 8 സെന്റിമീറ്ററും ആണ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് തന്നിരിക്കുന്നു 5 ആണ്. 5, അതായത് അപ്പൊ അതിനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? അതിന്റെ ഡയമീറ്റർ 10 ആണ്. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നു? ഇതിന്റെ എന്താണ് ഈ 2 കോഡ്സ്, ഈ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും വീതം ലെങ്ത് ഉള്ള 2 കോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തമ്മിലുള്ള അകലം എത്രയാണ്? അത് തമ്മിലുള്ള മൊത്തം അകലം, വാട്ട് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? യെസ്, ആ തമ്മിലുള്ള അകലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഐദർ സൈഡ് ഓഫ് ദ ഡയമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്ററിന്റെ 2 സൈഡിലുമായിട്ടാണ്. ഇനി സെയിം സൈഡ് ഓഫ് ദ ഡയമീറ്റർ ആയിരുന്നെങ്കിൽ, ഡയമീറ്ററിന്റെ ഒരേ സൈഡ്, അതായത് P6 ഇവിടെ പകരം ഇവിടെ ആയിരുന്നുവെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള അകലം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. 2 ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങനെയെങ്കിലും നീട്ടി വരയ്ക്കാം. അതായത് ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ള ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലെ. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയെന്ന് നോക്കാം, ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് വരച്ചു, അതുപോലെ ഇതിനെ ഇങ്ങോട്ടും വരച്ചു. അപ്പൊ നമുക്ക് ഇത് രണ്ടും അറിയാം അല്ലെ. ഇത് എത്രയാ? 5 ആണ്. റേഡിയസ് ആണല്ലോ, സെന്ററിൽ നിന്ന് വരച്ചിരിക്കുകയാണ്. 5 ആണ്. ഇവിടെ 3 ആണെന്ന് അറിയാം, ഇവിടെ 4 ആണെന്ന് അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ, കാരണം കോഡിന്റെ പകുതിയാണ്. അപ്പൊ ആദ്യം നമുക്ക് 8ന് നോക്കാം. 8ന് നോക്കുമ്പോ എത്ര വരാ? ഇതിനൊക്കെ പേര് കൊടുക്കാട്ടാ. AB, CD,
ഇവിടെ വേണമെങ്കിൽ ഒരു സെൻറ്ററിൽ O എന്ന് കൊടുക്കാം. പിന്നെ ABCD ഇവിടെ ഒരു E, ഇവിടെ F എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ OFD ഉണ്ട്, EOB ഉണ്ട് അല്ലേ. അത് നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ സൈഡിലത്തെ ഒരെണ്ണവും നമുക്കറിയാം. പിന്നെന്താ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് 25 മൈനസ് 16 ഈക്വൽസ് 9. അപ്പൊ √9 ഈക്വൽസ് 3 സെന്റിമീറ്റർ കിട്ടി. എന്ത് ഈസിയായിട്ട് കിട്ടിയല്ലേ. യെസ്, ഇത് 3 സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത്. ഇനി ഈ ലെങ്ത് എത്രയായിരിക്കും നോക്കാം. അത് 5ഉം 3യുമാണ് വരുന്നത്. അതായത് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 4 സ്ക്വയർ ആയിരിക്കും അല്ലെ. അതായത് 16. അപ്പോൾ √16 എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അപ്പൊ ഈ ലെങ്ത് കിട്ടി 4. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മൊത്തം ലെങ്ത് അപ്പൊ എത്രയാണ്? അതായത് ഈ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും കോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4ഉം 3ഉം 7 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. മനസ്സിലായോ? അതിന് കിട്ടിയത് മനസ്സിലായില്ല. എളുപ്പമല്ലേ ഇത്? അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് പരത്തി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈസി ആയിട്ട് മനസ്സിലാവും. പൈതഗോറസ് തിയറം അറിയാലോ, അത് വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് 7 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. സെയിം സൈഡ് ഓഫ് ദ ഡയമീറ്റർ ആയിരുന്നില്ല, അതായത് ഇവിടെ അല്ല, അതിന് പകരം ഇവിടെ ആയിരുന്നു എങ്കിൽ ഇത് തമ്മിലുള്ള അകലം എത്രയാകുമായിരുന്നു? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു സെന്ററിൽ നിന്നും 6 സെന്റിമീറ്റർ നീളമുള്ള കോഡിലേക്ക്. ഇനി ആ കോഡ് എവിടെയാണെങ്കിലും അത് ഈ സർക്കിളിന്റെ എവിടെയാണെങ്കിലും അത് സെന്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലം തന്നെയായിരിക്കും. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിലായാലും അത് ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ അകലം തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ സർക്കിളിന്റെ 8 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്, ഇത് 3യും ഉണ്ട്. ഈ സെന്ററിൽ നിന്നും ഇവിടം വരെ എത്രയാണ്? 3 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെ 4ഉമാണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ 3 ആണ്. മൊത്തം 4 ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അപ്പോഴല്ല മൊത്തം സെന്ററിൽ നിന്നും ഇവിടെ വരെ 4 ആവാം. അപ്പൊ സെയിം സൈഡിലായിരുന്നു ഈ രണ്ട് കോഡ്സും വന്നിരുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 കോഡ്സ് എത്രയായിരിക്കും? ആ രണ്ട് കോഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The bottom side of the quadrilateral in the picture is a diameter of the circle and the top side is a chord parallel to it. Calculate the area of the quadrilateral. ഒരു സർക്കിൾ ഉണ്ട്, ഫിഗറിൽ കണ്ടില്ലേ? ആ സർക്കിളിൽ ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്വാഡ്രിലേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? അതിന്റെ രണ്ട് സൈഡുകൾ പാരലൽ ആണ് അല്ലെ. യെസ്, പാരലൽ ആണ് ഈ രണ്ട് കോഡ്സും. ഈ താഴെ ബോട്ടം സൈഡ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഇനി എന്താ തന്നിട്ടുള്ളത്? ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വാഡ്രിലേറ്ററിലേക്ക് നോക്കിയപ്പോ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് എന്ത് തരമാണ്? ക്വാഡ്രിലേറ്ററിൽ കുറെ തരം ഉണ്ട് അല്ലേ? റെക്ടാംഗിൾ, സ്ക്വയറും പാരലോഗ്രാമും ഒക്കെ ഇല്ലേ? അതിൽ ഇത് ഏതിൽ വിടും? ഇത് നമ്മുടെ ട്രപ്പീസിയമാണ് അല്ലെ. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഈക്വൽ അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആണ്. അപ്പോ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഹാഫ് h ഇൻറ്റു a പ്ലസ് b. h എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ സൈഡുകൾ തമ്മിലുള്ള അകലം, അതാണ് ഹൈറ്റ്. a പ്ലസ് ബി എന്ന് പറയുന്നത് രണ്ട് പാരലൽ സൈഡുകൾ. ഈ എയും ബിയും നമുക്ക് അറിയാം, തന്നിട്ടുണ്ട്. a ഈക്വൽസ് 3 സെന്റിമീറ്റർ ആൻഡ് b ഈക്വൽസ് 5 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? h ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്, ഹൈറ്റ്. അത് കിട്ടിയാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം അല്ലേ? ഇങ്ങനെ ചെയ്യാം അല്ലേ? ഈ സെന്ററിൽ നിന്നും നമ്മൾ ഈ പോയിന്റിലേക്ക്
അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഇല്ലല്ലോ, ഇത് മൊത്തം 5 സെന്റിമീറ്റർ ആണ്, ഡയമീറ്റർ ആണിത് 5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? യെസ്, 2.5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് 2.5 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയാണെങ്കിൽ 1.5 ആണ്. അപ്പൊ രണ്ട് സൈഡുകൾ കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ട. ഹൈപ്പോട്ടന്യൂസും വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സും നമുക്ക് കിട്ടി കഴിഞ്ഞു. അപ്പൊ പിന്നെ അതർ വൺ കണ്ടുപിടിച്ചുകൂടെ? എന്താണ് നമ്മൾ ചെയ്യുക? സാധാരണ ചെയ്യണ പോലെ തന്നെ 2.5 സ്ക്വയറിൽ നിന്നും 1.5 സ്ക്വയർ കുറച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? മൊത്തം ഡയമീറ്റർ ആണ് 5 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് എത്ര വരാ? 2.5. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ 2.5 ആണ്. ഈ കോഡിന്റെ മൊത്തം ലെങ്ത് ആണ് 3 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ പകുതി എത്ര വരാ? 1.5. 3ന്റെ പകുതി 1.5, 5ന്റെ പകുതി 2.5. മനസ്സിലായി? അപ്പൊ 2.5 സ്ക്വയറിൽ നിന്നും 1.5 സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്യാണ്. എങ്ങനെയാണ് ഇത് മൈനസ് ചെയ്യുക? പോയിന്റുള്ള കണക്കുകൾ വന്നിട്ടുള്ള അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ 20 പോയിന്റ് അങ്ങോട്ട് കളഞ്ഞിട്ട് സ്ക്വയർ കണ്ടുപിടിക്കുക. 2.5 ഇൻറ്റു 2.5, അതായത് 25 ഇൻറ്റു 25. അപ്പൊ എത്രയാ? 625 ആണ്. ഉത്തരത്തില് 2 ഡിജിറ്റിലേക്ക് പോയിന്റ് ഇടണം അല്ലെ? ചോദ്യത്തിൽ മൊത്തം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ 2 ഡിജിറ്റ് നീക്കി നമ്മൾ പോയിന്റ് ഇടാണ്. മൈനസ് 1.5 എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 15 225. 225ലും അതുപോലെ തന്നെ 1.5 ഇൻറ്റു 1.5 എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനം ഉണ്ട്, മൊത്തം 2 സ്ഥാനമുണ്ട്. അപ്പൊ 2 ഡിജിറ്റ് നീക്കി ഉത്തരത്തിൽ പോയിന്റ് ഇട്ടു. ഇവിടെ ചെയ്ത പോലെ തന്നെ. അപ്പൊ 2.25 കിട്ടി. 6.25 എന്നാണ് 6.4. 6.4 നിന്നും 2.4 പോയി. 6.4 നിന്ന് 2.4 പോയി. എത്രയാ ബാക്കിയുള്ളത്? 4. 4 എന്ന് പറയുന്നത് ഈ സൈഡിന്റെ സ്ക്വയർ ആണ്. മനസ്സിലായത്? തെറ്റരുത് കേട്ടാ. സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? √4. നിങ്ങൾ ഇതിനൊക്കെ പേര് കൊടുക്കണം. പേര് കൊടുത്തിട്ട് ഓരോ സൈഡുകളും ഇത്ര എത്ര എടുത്ത് എഴുതിയിട്ട് വേണം അത് ചെയ്യാൻ. അല്ലാണ്ട് ഇതുപോലെ ചെയ്ത് വെക്കരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. പേരൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ പേരൊക്കെ കൊടുത്തിട്ട് ഓരോ ട്രയാങ്കിളും എഴുതി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നതും എല്ലാതും എടുത്ത് എഴുതി വേണം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരാൻ. മനസ്സിലായില്ലേ? അപ്പൊ √4ന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ ഇതിന്റെ ലെങ്ത് കിട്ടി 2. ഇവിടെ നമ്മുടെ അവസാനിച്ചാ. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ക്വാഡ്രിലേറ്ററലിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നമുക്ക് കിട്ടി അല്ലെ? അതിന്റെ 2 എണ്ണം നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. എച്ച് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് അറിയാവുന്ന ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദെൻ എത്ര വരാ? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 5ഉം 3ഉം അല്ലെ? 5 പ്ലസ് 3. ഈ 2ഉം ഈ 2ഉം 5 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ അറിയില്ലേ? 8 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ക്വാഡ്രിലേറ്ററലിന്റെ ഏരിയ. മനസ്സിലായി? ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ 2 പാരലൽ കോഡ്സ് ഓഫ് ലെങ്ത് 4 and 6 centimeters are 5 centimeters apart. What is the radius of the circle? ഇതാണ് ചോദ്യം. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളില് 2 പാരലൽ കോഡ്സ് ഉണ്ട്. 6 സെന്റിമീറ്ററും അല്ല 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആയിട്ട് 2 പാരലൽ കോഡ്സ് ഉണ്ട്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള അകലം, അതായത് ഇതിന്റെ എവിടെയോ ഇവിടെ എവിടെയെങ്കിലും ഒരു സെന്റർ ഉണ്ടാവും അല്ലെ? ഇനി ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെന്റിമീറ്ററുമാണ്. എങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണെന്നാണ് ചോദ്യം. അതായത് ഇപ്പൊ ഇവിടെ ആയിരിക്കണം സെന്റർ എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് എന്നും വിചാരിക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടണം അല്ലെ? ഇത് കിട്ടുകയാണെങ്കിൽ ഇതും 3ഉം കൂടി 6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ മൊത്തം ലെങ്ത്. അപ്പൊ ഇവിടെ 3 ആയിരിക്കും അതിന്റെ പകുതി. അപ്പൊ ഈ 3ഉം ഇതും ഇതിന്റെ ഈ 2 സ്ക്വയറുകൾ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്വയർ കിട്ടുമായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ ഇതിന്റെ ഈ ലെങ്ത് കിട്ടിയാലും മതിയായിരുന്നു. അതായത് ഈ സെന്ററിൽ നിന്നും ഇവിടെ വരയ്ക്കുള്ള ലെങ്ത് കിട്ടിയാലും മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി 2 ആണ് വരാം. അപ്പൊ 2 സ്ക്വയറും ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുമായിരുന്നു. ഇതും പക്ഷേ മൊത്തമാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കണ്ടുപിടിക്കുക.
വേണമെങ്കിൽ നമുക്ക് റേഷ്യോ വെച്ചിട്ട് ഇതിനെ ഈ 5നെ ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് റേഷ്യോ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസിയാണ്. അതായത് 4:6 ആണ് ഇത്. അപ്പൊ ആ ഒരു റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ 4:6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറുതാക്കുമ്പോ 2, ഇതിൽ 2ലും 2 പോവും അല്ലെ. 2:, ഇതിൽ 3 പ്രാവശ്യം. അപ്പൊ 2:3 എന്ന റേഷ്യോയിലായിരിക്കണം ഈ 5നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ 2ഉം 3ഉം 5. അതായത് ഇത് ഇവിടെ 2ഉം ഇവിടെ 3ഉം ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് ചിലപ്പോ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാം x ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. x ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാം, ഈ മൊത്തം ലെങ്ത് നമുക്കറിയില്ല. ഇത് മൊത്തം ഇവിടെ മുതൽ ഇവിടെ വരെ 5 ആണെന്ന് അറിയാം. അപ്പോ ഇവിടെ തൊട്ട് ഇവിടെ വരയ്ക്കുള്ളതിനൊരു x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ആയിരിക്കും, 5 - x ആയിരിക്കും അല്ലേ. ഇത് മൊത്തം 5 സെന്റിമീറ്റർ ആണ്. അതിൽ ഇത്രയും ദൂരം വരെ x ആണ് നീളമെങ്കിൽ ബാക്കി 5ൽ നിന്നും ഈ x മൈനസ് ചെയ്തതാവുമല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. എങ്ങനെ ചെയ്യാം, ഇത് 3 ആണ്, ഇത് 2 ആണ് അല്ലെ. 2 ചെയ്താലും കിട്ടുന്നത് ഒരേ ഉത്തരമാണ്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതായത് ഈ 2 ട്രയാങ്കിൾസിന്റെയും ഇത് രണ്ടും 2 സ്ക്വയറുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്ക്വയർ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ 2 സ്ക്വയറുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം ഇത് രണ്ടും സെയിം സർക്കിളിന്റെ റേഡിയസുകളാണ് അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം x വെച്ചിട്ട്. അപ്പൊ ഇത് നമ്മൾ എന്താ പറയാ, ഇതിന്റെ ലെങ്ത് x ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 5 - x ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ. അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ കേട്ടാ. അപ്പൊ ഇത് എത്ര വരാന്ന് നോക്കിയേ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് 5 - x ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽസ്, മനസ്സിലായില്ലേ. ഇത് 5 - x ആണ്, അത് ഹോൾ സ്ക്വയർ. അതിന്റെ കൂടെ ഈ 2 സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, നമുക്ക് അറിയാനുള്ള റേഡിയസ്. അത് തന്നെയാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും കിട്ടേണ്ടത്. അപ്പൊ അതും നമ്മളിവിടെ എഴുതാൻ പോണം. അതായത് 3 സ്ക്വയർ പ്ലസ് x സ്ക്വയർ അല്ലെ, സെയിം ആയിരിക്കും രണ്ടും. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 5 - x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരാം, 5 സ്ക്വയർ മൈനസ് 10x പ്ലസ് x സ്ക്വയർ എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അറിയാത്തവർ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ വന്നിട്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 5 - x ഇൻറ്റു 5 - x ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. നമ്മള് വലിയ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സൈഡിൽ അടിയിലിട്ടിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്യില്ലേ, അതുപോലെ ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്ത് വരും, -x ഇൻറ്റു -x എന്ന് പറയുമ്പോൾ പ്ലസ് x സ്ക്വയർ എന്ന് വരും അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ്. ഇനി -x ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാ, -5x. 5 അപ്പൊ ആ പോർഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ആദ്യം ഈ -5 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണത് ഇവിടെ. ഇനി ഈ 5 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 5 ഇൻറ്റു -x എന്ന് പറയുമ്പോൾ -5x. 5 ഇൻറ്റു 5 25. അപ്പൊ എത്ര വരും, 25 മൈനസ് 5x -5x കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ചിഹ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. 5ഉം 5ഉം 10x വന്നു പ്ലസ് x സ്ക്വയർ. മനസ്സിലായില്ലേ, അതന്നെയല്ലേ ഇവിടെ 5 സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇവിടെ 25 എന്ന് എഴുതാം. 25 മൈനസ് 10x പ്ലസ് x സ്ക്വയർ എന്ന് വരും ഇതിന്റെ എക്സ്പാൻഷൻ. പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി ഇവിടെ ഉണ്ട്. ഈക്വൽസ് 3 സ്ക്വയർ പ്ലസ് x സ്ക്വയറിന് ഒന്നും മാറ്റം ചെയ്യാനില്ല, അത് അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ നമ്പറിന്റെ പോർഷനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, x ഉള്ളതൊക്കെ ഒരു സൈഡിലേക്ക് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 25 ഉണ്ട്, അത് ഇവിടെ നിന്നോട്ടെ. പിന്നെ ഇവിടെ ഒരു പ്ലസ് 2 സ്ക്വയർ ഉണ്ട്, അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, അത് ഇവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ -10x-നെയും പ്ലസ് x സ്ക്വയറിനും അപ്പുറത്തി കൊണ്ടുപോകാം. അതിന് പകരം അവിടെ കിടക്കുന്ന 3 സ്ക്വയർ, അതായത് 9 അല്ലെ, അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 9 പ്ലസ് 9 ആണ് അല്ലെ, അതിന്റെ ചിഹ്നമൊന്നുമില്ല ഇവിടെ, അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് ഈക്വൽ ടു ഇപ്പുറത്തി വന്നപ്പോ -9 ആയി മാറി. ഈക്വൽസ് ഇവിടെ ഓൾറെഡി x സ്ക്വയർ എടുക്കുന്നുണ്ട്, ഈ പ്ലസ് x സ്ക്വയർ ഇങ്ങോട്ട് പോയപ്പോ -x സ്ക്വയർ ആയി, -10x ഇപ്പുറത്തി പോയപ്പോ +10x ആയി. അപ്പൊ ഇതും വെട്ടിപ്പോയി.
അതായത് എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ 0. ബാക്കിയുള്ളത് പ്ലസ് 10x ആണ്. ഇനി ഇവിടെ എന്താ സംഭവിച്ചു? 25ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 29. 29ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 20. അതായത് 10x = 20 എന്ന് കിട്ടി അല്ലെ? അത് ഞാൻ അപ്പുറത്തി മാറ്റിയിട്ടു എന്നുള്ളൂ കേട്ടോ. അതായത് 20 = 10x എന്നാണ് വരെ. ആ 10x = 20 എഴുതിയാലും ശരി തന്നെയല്ലേ? ഇനി നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. x = 20 / 10 = 2. അപ്പോ x എന്ന് പറയുന്നത് 2 ആണ്. x എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ള ആ ഡിസ്റ്റൻസ് ആണ്. അത് 2 കിട്ടി. എങ്കിൽ ഇത് എത്രയായിരിക്കും? 5 - x വരും. 5ൽ നിന്ന് 2 പോയാൽ ബാക്കി 3. അതാണ് അപ്പൊ ഇവിടുത്തെ ലെങ്ത് വരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളതല്ല. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഈ അകലത്തിന് നമ്മൾ ഭാഗിക്കുകയാണ് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളോട് ഇതല്ല ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് റേഡിയസ് അല്ല ചോദിച്ചിട്ടുള്ളത്. യെസ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള അവിടേക്കുള്ള ഒരു പാലം നമ്മളിപ്പോ ഉണ്ടാക്കി. ഇനി നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് ചെയ്താലും മതി അല്ലേ? എന്ത് ചെയ്താലും കിട്ടും. അപ്പൊ ഇതെടുക്കാം. 3² + 2² = 9 + 4 13. അപ്പോ √13 ആണ് അതിന്റെ ലെങ്ത്. ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര വരാ? റേഡിയസ് ഓഫ് ദ സർക്കിൾ √13. ഇനി ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ? ഇത് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിലോ? അപ്പൊ എത്ര വരാ? 2² + 3² എന്ന് വരുമ്പോ അപ്പോഴും തന്നെയല്ലേ വരാ? 4 + 9 13 തന്നെ. √13 വരും. എങ്ങനെ ചെയ്ത് നോക്കിയാലും ശരി തന്നെയാണ്. ഈ സെയിം സർക്കിളിന്റെ ആരങ്ങളാണ്, റേഡിയസ് ആണ് അല്ലെ? അപ്പൊ √13 സെന്റിമീറ്റർ ആണ് ഇതിന്റെ എന്താ പറയാ, ഈ റേഡിയസ് ഓഫ് ദ സർക്കിൾ.